നമസ്കാരം. മലപ്പുറം, കോഴിക്കോട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലാണ് കൂടുതലായിട്ടും വലിയ രീതിയിൽ കള്ളപ്പണം, ഹവാല ഇടപാടും ഉൾപ്പെടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ജില്ലകളിൽ ഉൾപ്പെടെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും അതോടൊപ്പം തന്നെ കേന്ദ്ര ഏജൻസികളായ IBയുടെയും NIAയുടെയും അടക്കം നിരീക്ഷണത്തിൽ ഈ ജില്ലകൾ നിൽക്കുന്നത്. ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കടത്തും അതോടൊപ്പം തന്നെ ഹവാല ഇടപാടുകൾ നടത്തുന്നതും കോഴിക്കോട് കൊടുവള്ളി മേഖലയിലാണ്. നിലവിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ കേന്ദ്ര സർക്കാർ നിരോധിച്ചപ്പോൾ തന്നെ പോപ്പുലർ ഫ്രണ്ടിന്റെ ഉടമസ്ഥയിലുള്ള സകല സ്ഥാപനങ്ങളും കൂടാതെ നേതാക്കൾക്ക് നിക്ഷേപമുള്ള സകല സ്ഥാപനങ്ങളും കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തി കണ്ടുകെട്ടിയിരുന്നു. അതിലേറ്റവും പ്രാധാന്യമുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ സ്ഥാപനമായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അടച്ചുപൂട്ടിയ മലപ്പുറം മഞ്ചേരിയിലെ ഇസ്ലാം മതപരിവർത്തന കേന്ദ്രമായ സത്യസരണി. പോപ്പുലർ ഫ്രണ്ട് നേതാക്കളെയും SDPI പ്രവർത്തകരെയും സംബന്ധിച്ച് ഒരു സ്ഥാപനം നിയമപരമായി അടച്ചുപൂട്ടിയാൽ ഉടൻ തന്നെ അവർ എല്ലാ പ്രവർത്തനവും സമീപത്തെ പള്ളികളിലേക്ക് മാറ്റും. മിക്കപ്പോഴും പള്ളികൾ തെറ്റായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് കേന്ദ്ര IB ഉൾപ്പെടെ റിപ്പോർട്ട് നൽകിയതാണ്. നിലവിൽ സത്യസരണി രഹസ്യമായി പ്രവർത്തിക്കുന്നതായി സൂചന കേന്ദ്ര ഏജൻസിക്ക് ലഭിച്ചിട്ടുണ്ട്. സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തിനായി സമൂഹ മാധ്യമങ്ങളിലൂടെ അടക്കം വ്യാപകമായ ഫണ്ട് പിരിക്കുന്നതായാണ് വിവരം. സത്യസരണിയുടെ പ്രവർത്തനത്തിന് ഉദാരമായി സംഭാവന ചെയ്യുക എന്ന തരത്തിലാണ് പ്രചാരണം. ഗൂഗിൾ പേ നമ്പറും ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങളും നൽകിയിട്ടുണ്ട്. സത്യസരണി മുമ്പ് നടത്തിയ പരിപാടിയുടെ ചിത്രങ്ങളും വിശദീകരണവും ഇതിലുണ്ട്. നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രധാന പ്രവർത്തന കേന്ദ്രമായിരുന്നു സത്യസരണി. PFIയുടെ നിരോധന സമയത്ത് സത്യസരണിക്കെതിരെ നടപടിയെടുത്തിരുന്നില്ല. പിന്നാലെ സ്ഥാപനത്തിന്റെ പ്രവർത്തനം ഏജൻസികളുടെ റഡാറിലായിരുന്നു. തുടർന്ന് കഴിഞ്ഞ ഒക്ടോബറിലാണ് സത്യസരണി അടക്കമുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ സ്വത്തുവകകൾ കേന്ദ്ര ഏജൻസികൾ കണ്ടുകെട്ടി പ്രവർത്തനം അവസാനിപ്പിച്ചത്. ആരംഭിച്ച കാലം തൊട്ടേ സത്യസരണിയുടെ പ്രവർത്തനം ദുരൂഹമായിരുന്നു. നൂറുകണക്കിന് ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗത്തിലെ പെൺകുട്ടികളാണ് സത്യസരണിയിൽ വെച്ച് മതം മാറിയത്. ഇവിടെ നിന്നും മതം മാറ്റത്തിന് വിധേയരായവർ IS അടക്കമുള്ള ഭീകരവാദ സംഘടനകളിലേക്ക് പോയതായും അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരുന്നു. പോലീസിന് പോലും പ്രവേശനം നിഷിദ്ധമായ ഇടമായ സത്യസരണിയുടെ പല രഹസ്യങ്ങളും പുറത്തുവിട്ടത് അവിടെ നിന്ന് രക്ഷപ്പെട്ട ആളുകൾ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പോപ്പുലർ ഫണ്ടിനെ നിരോധിച്ചപ്പോഴും സത്യസരണിയിൽ കൂടെ ഇവർ ഓരോ പണ ഇടപാടുകളും നടത്തിക്കൊണ്ടിരുന്നത്. ന്യൂസ് ഡെസ്ക് തത്തമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.